നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫാഗോ PSG പരാജയപ്പെടുത്തിയല്ലോ. എന്തിനാണത് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്നില്ലേ? പറയും, കാരണം ഇത് സംഭവമാണ്. എന്തുകൊണ്ട് സംഭവമാകുന്നു ഇതൊന്ന് നോക്കുക നിങ്ങൾ. ഈ രണ്ട് ടീമുകളുടെയും സ്ക്വാഡ് വാല്യൂ, PSG സ്ക്വാഡ് വാല്യൂ നോക്കണം, 1.24 ബില്യൺ യൂറോസാണ്. എത്ര? 1.24 ബില്യൺ. എന്നാൽ ബൂട്ടഫാഗോയുടെ സ്ക്വാഡ് വാല്യൂ 191 മില്യൺ യൂറോയാണ്. അന്തരം കണ്ടല്ലോ. ആ അന്തരമാണ് ഈ വിജയം മഹത്തായ വിജയമാക്കി മാറ്റുന്നത്. ആ വിജയത്തിലേക്ക് അവരെ കൊണ്ടുപോയ ഇഗോർ ഹീസസ് അതിമനോഹരമായിട്ടുള്ള ഗോളായിരുന്നില്ലേ അത്? PSG കിടിലൻ ഡിഫൻഡറെ മനോഹരമായിട്ട് ഒന്നുമല്ലാതെയാക്കിയിട്ട് തൊടുത്ത ഷോട്ടല്ലായിരുന്നു അത്? ജിയാൻലുഗി ഡൊണാരുമയെ മറികടന്ന് വലയിലേക്ക് കയറിയ ആ ഷോട്ട്, യെസ്, ഒരു കിടിലൻ സെൻട്രൽ ഫോർവേഡിൻ്റെ എല്ലാ മികവും തനിക്കുണ്ടെന്ന് ഇഗോർ ഹീസസ് കാണിച്ചൊരു ഗോളാണത്. ഇഗോർ ഹീസസ് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്ലബ് ടൂർണമെൻറ്റുകളിൽ, കോപ്പ ലിബർട്ടഡോറസും ക്ലബ്ബ് വേൾഡ് കപ്പും ഒക്കെയാവുന്ന ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്ക് നമ്മളൊന്ന് നോക്കുകയാണ്. ഇഗോർ ഹീസസ് ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളിൽ ബൂട്ടഫാഗോയ്ക്ക് വേണ്ടി 16 മത്സരങ്ങൾ കളിച്ചിട്ട് 9 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് നൽകിയിരിക്കുന്നത്. 7 ഗോളും 2 അസിസ്റ്റുകളും. 67% അദ്ദേഹത്തിൻ്റെ ബിഗ് ചാൻസ് കൺവേർഷൻ റേറ്റ്. 127 ഡ്യുവൽസ് അദ്ദേഹം നടത്തി എന്ന് പറഞ്ഞാൽ 7.9 പെർ ഗെയിം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. 69 ഏരിയൽ ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. 4.3 പെർ ഗെയിം എന്നുള്ളതാണ് ആവറേജ്. 35 തവണ എതിരാളികൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയിട്ടുമുണ്ട്. ഇഗോർ ഹീസസ് ഒരു തീയാണ്. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇഗോർ ഹീസസിൻ്റെ ആ ഗോളിൻ്റെ ബലത്തിൽ കൂടിയാണ് ഇപ്പോൾ ബൂട്ടഫാഗോ വിജയിച്ച് കയറിയിരിക്കുന്നത്. ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ചില ഘട്ടങ്ങളിൽ വിളിച്ചിട്ടുള്ള ആളാണ്. ഇനിയും അദ്ദേഹത്തിന് അവസരം ലഭിക്കും എന്ന് തന്നെ കരുതാം. മികച്ചൊരു സെൻട്രൽ ഫോർവേഡായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലം ബൂട്ടഫാഗോക്കും ബ്രസീലിയൻ ടീമിന് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.